എല്ലാവർക്കും നമസ്കാരം. പോഷൻ മിഷൻ്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ്സ് അഥവാ സാമൂഹികാധിഷ്ഠിത പരിപാടികൾ. എല്ലാ മാസങ്ങളിലും 2 CB ആണ് അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. കേരളത്തിലെ എല്ലാ അങ്കണവാടികളിലും ഒരേ തീമിലും തീയതിയിലുമാണ് ഇത്തരത്തിലുള്ള CB സംഘടിപ്പിക്കാറുള്ളത്. അതിലേക്ക് അനുയോജ്യരായിട്ടുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന സമയം നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അവരിലേക്ക് കൃത്യമായി തന്നെ നമ്മൾ ടീച്ചേഴ്സ് എത്തിക്കാറുമുണ്ട്. ആയതുപോലെ തന്നെയായിരുന്നു മെയ് മാസത്തിലെ ആദ്യത്തെ CB. അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കൃത്യമായി പോഷകഭാഷ ചാനലിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. എല്ലാ മാസങ്ങളിലും അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നത് പോലെ മെയ് മാസത്തിലെ ആദ്യത്തെ CB വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൗമാരപ്രായ കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് സംഘടിപ്പിച്ച CBയിൽ എല്ലാ മെമ്പർമാരുടെയും ALMSC കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യം നമ്മളെ ടീച്ചേഴ്സ് ഉറപ്പാക്കി എന്നാണ് റിപ്പോർട്ടുകൾ വിവരിക്കുന്നത്. ആയതുപോലെ തന്നെ ഇനി വരുന്ന മെയ് മാസത്തിലെ 2ാമത് CB ആണ് 30-ാം തീയതി നമ്മൾ അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടിപ്പിക്കേണ്ടത്. നമുക്കറിയാം, ഈ വർഷത്തെ പ്രവേശനോത്സവം 30-ാം തീയതിയാണ് അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത്. ആ സാഹചര്യത്തിൽ കുട്ടികൾ വരും, കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടാവും, നാട്ടുകാരുണ്ടാവും, നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ആ ദിവസങ്ങളിൽ അങ്കണവാടികളിൽ ഉണ്ടാവും. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ 30-ാം തീയതി നമ്മളെ CBയുടെ ഭാഗമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കുറഞ്ഞ ചെലവിൽ പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരം, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ന്യൂട്രീഷൻ മെനു ചലഞ്ച്. അതാണ് നമ്മളുടെ 2ാമത് CBയുടെ വിഷയം നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. കൃത്യമായി വിവരിക്കുന്നുണ്ട്. മെയ് 30-ാം തീയതി സംസ്ഥാനത്തെ എല്ലാ അങ്കണവാടികളിലും കുറഞ്ഞ ചെലവിൽ പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരം എന്ന വിഷയത്തിൽ വിപുലമായ സാമൂഹിക അധിഷ്ഠിത പരിപാടികളാണ് സംഘടിപ്പിക്കേണ്ടത്. വർദ്ധിച്ചു വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില കാരണം കുടുംബങ്ങളിൽ പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരം പാചകം ചെയ്യുന്നതിന് വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ക്രിയാത്മകമായി ചെലവ് കുറഞ്ഞ രീതിയിൽ പോഷക ഗുണങ്ങളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുന്നതിന് ഈ പരിപാടി ലക്ഷ്യമിടുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സാമൂഹിക അധിഷ്ഠിത പരിപാടിയുടെ 2ാമത് പരിപാടിയായി, ഈ മാസത്തിലെ 2ാമത് പരിപാടിയായി നമ്മൾ ഈ വിഷയമാണ് അന്ന് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോഷൻ ട്രാക്കർ എൻട്രി നിർബന്ധമാണ്. അതേപോലെ തന്നെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും നിങ്ങൾക്ക് ക്ലാസ്സുകൾ വിപുലമായി നമ്മളുടെ ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്നതിനുമുള്ള റെഫറൻസ് നോട്ട് കൂടെ നമ്മൾ ഈ സെഷനിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നാളത്തെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളും കൂടി ചിട്ടയായി നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പോഷൻ ട്രാക്കർ എൻട്രിയിലേക്ക് കടക്കുകയാണ്. കൃത്യമായി മനസ്സിലാക്കുക. സാധാരണ പോലെ തന്നെ നമ്മളെ പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിലേക്ക് പോയി ക്ലിക്ക് ചെയ്യുന്ന സമയം ഒരുപാട് ഓപ്ഷൻസ് ഇതുപോലെ കാണും. അവിടെ ഇവൻറ്റ്സ് എന്നോ പരിപാടികളെന്നോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയം ഇത്തരത്തിൽ CB ഇവൻറ്റ് ടാബ് എന്ന് കാണും. ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയം പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ആ ഭാഗത്ത് നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം നമ്മൾ CBയുടെ ഭാഗമായിട്ട് ആദ്യത്തെ CB മാർക്ക് ചെയ്ത വിവരങ്ങൾ നിങ്ങൾക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കും. അഥവാ CBയുടെ വിവരങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി നടത്തിയ CB ആണെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ തൊട്ട് താഴെ ആഡ് CB ബട്ടൺ എന്നുള്ളൊരു ഓപ്ഷൻ താഴെ ഉണ്ടാവും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം 2ാമത് CB നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2ാമത് CB വിവരങ്ങൾ മാർക്ക് ചെയ്യാനുള്ള കലണ്ടർ ബട്ടണും അതേപോലെ തന്നെ ആ തീം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരും. അവിടെ കലണ്ടർ ബട്ടണിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഡേറ്റ് തിരഞ്ഞെടുക്കുക. 30-ാം തീയതിയാണ് 2ാമത് ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ തീം എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന് തന്നെയാണ്. ഇത് രണ്ടും കൃത്യമായി സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം തൊട്ട് താഴെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോഷൻ ട്രാക്കർ എൻട്രി അവസാനിപ്പിക്കുക. ഇനി നമ്മളെ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുന്നതിനും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുമുള്ള നോട്ട്സാണ്. കൃത്യമായി മനസ്സിലാക്കി എഴുതിയെടുക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെ തന്നെ നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കുക. താങ്ക് യു.